ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കയ്യിലുള്ള ഒല S1 പ്രോയുടെ ഒരു കസ്റ്റമർ റിവ്യൂ എന്നുള്ള തരത്തിൽ 20,000 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്തിട്ട് വണ്ടിയെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സ് അതുപോലെ തന്നെ നെഗറ്റീവ്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഫെയ്ത്ത് എന്ന് പറയാമല്ലോ, 18,308 കിലോമീറ്ററിൽ തന്നെ നമ്മുടെ വണ്ടിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇടാനുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, വണ്ടിയുടെ പോസിറ്റീവ്സ് എനിക്ക് പറയാനുണ്ട്, നെഗറ്റീവ്സ് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒല S1 പ്രോയുടെ 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 18,308 കിലോമീറ്റേഴ്സാണ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. കിലോമീറ്ററിന് ഒരു 30 പൈസ നിരക്കിൽ വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ എനിക്ക് 5,500 രൂപയാണ് ഇലക്ട്രിസിറ്റി സൈഡിലോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഞാനൊരു പെട്രോൾ സ്കൂട്ടർ അല്ലെങ്കിൽ പെട്രോൾ ബൈക്ക് അങ്ങനെയുള്ള ഒരു മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിന് ഒരു 2.5 രൂപ എന്ന് വെച്ച് കണക്ക് കൂട്ടിയാൽ എനിക്ക് 46,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഇതൊന്നും എക്സാക്റ്റ് കണക്കല്ലെങ്കിലും എനിക്ക് അറൗണ്ട് ഒരു 40,000-ൻ്റെ അടുത്ത് സേവിങ്സ് 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ വന്നു എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അടുത്തതായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള ഒരു കാര്യം ഒല S1 പ്രോയുടെ സൈഡിലോട്ട് ഇല്ല. കാരണം വണ്ടിയിൽ 135 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത് എങ്കിലും നമ്മൾ 124 കിലോമീറ്റർ വരെ വണ്ടി ഓഫ് ആവുന്നത് വരെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അന്ന് 2 പേര് വെച്ചിട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. 2 പേര് വെച്ച് ഞാൻ യാത്ര ചെയ്തിട്ടും എനിക്ക് 124 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോഴും തിരക്കേടില്ലാത്ത റേഞ്ച് കിട്ടുന്നുണ്ട്. 100 കിലോമീറ്റർ 110 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തുക എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ കിലോമീറ്റർ കണക്ക് കൂട്ടിയിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള ഇഷ്യൂ ഈ വണ്ടിയിൽ വന്നിട്ടില്ല. ചിലർക്ക് ഇത് പോസിറ്റീവ് ആവാം, ചിലർക്ക് ഇത് നെഗറ്റീവ് ആവാം. ഇൻ മൈ കേസ് ഇതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വണ്ടി ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്രോൾ സ്കൂട്ടേഴ്സ്, ബൈക്ക്, കാറ് എന്നുള്ള വണ്ടികളിലൊക്കെ വരുന്ന ആ സൗണ്ടിൻ്റെ ആ ഒരു പ്രോബ്ലം അത് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നില്ല. സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഈ വണ്ടിയിലില്ല. വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തായിട്ട് പറയേണ്ടത് വണ്ടിയുടെ പവറിനെ കുറിച്ച് തന്നെയാണ്. നമ്മളൊരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഡ്യൂക്ക് പോലുള്ള വണ്ടികൾ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഹരത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ വണ്ടിയിൽ അവരെ ഒന്ന് ചേസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ മുന്നിൽ കടക്കാനുള്ള ഒരു പവർ, ഇനീഷ്യൽ പവർ എന്ന് പറയുന്ന ആ ഒരു പവർ നമ്മുടെ കയ്യിലുണ്ട്. നെഗറ്റീവ് സൈഡിലോട്ട് വരുമ്പോൾ കൂടുതൽ കാര്യം പറയാം. ഈ പവറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കമ്പനിയുടെ സൈഡിൽ നിന്നും പറയുന്നത് ദ ഫാസ്റ്റസ്റ്റ് സ്കൂട്ടർ എന്നാണ്. ഒരുപാട് വീഡിയോസിലും ബാക്കിയുള്ളതിലൊക്കെ പെട്രോൾ വെഹിക്കിൾസിൻ്റെ കൂടെ ഈ വണ്ടി റേസിംഗ് ഒക്കെ നടത്തിയിട്ട് ദ ഫാസ്റ്റസ്റ്റ് സ്കൂട്ടർ ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പേരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം എനിക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. നമുക്കത് പറയാം. എന്തായാലും ഇനീഷ്യൽ പവറുടെ കേസിൽ ഒരു ബെസ്റ്റ് വണ്ടിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. പലർക്കും ഇതിൻ്റെ ചാർജിങ് ടൈമിലുള്ള ഇഷ്യൂസ്, വേരിയേഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. ബട്ട് ഇൻ മൈ കേസ് ഞാനൊക്കെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് KSEBയുടെ ചാർജ് മോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റേഞ്ച് കുറവായ സമയത്തൊക്കെ ചാർജ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചാർജിങ് ടൈമിൽ ഇനി വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് 1 ഹവർ ഈ വണ്ടി ചാർജിങ്ങിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ ഓടാൻ പറ്റുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തോന്നി. അതായത് നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി പെട്ടെന്ന് KSEBയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അതിൽ കയറി നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അല്ല, എന്നാലും നമ്മൾ അതിലൊരു 1 ഹവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 കിലോമീറ്റേഴ്സ് ഓടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു 40 to 50 കിലോമീറ്റേഴ്സാണ് ഡെയിലി യൂസേജ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലും ടൗൺ പർപ്പസസിനാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്താൽ മതി. അതായത് ഒരു ദിവസം നിങ്ങൾ ഫുൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം നിങ്ങൾ ചാർജിങ്ങിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഒല S1 പ്രോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ടത് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ആണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ. നമുക്ക് 2 ഹാഫ് സൈസ് ഹെൽമെറ്റ് അതിൽ കൊള്ളുന്നുണ്ട്. നമ്മൾ ലോങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചാൽ തന്നെ ഈ വണ്ടിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് പുറത്തൊന്നും തൂക്കി വെച്ച് പോകേണ്ട ഒരു കാര്യവുമില്ല. ഇനി വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്കൂട്ടേഴ്സിലൊക്കെ പുറത്ത് തൂക്കി വെച്ച് പോരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആ ബൂട്ട് സ്പേസിൽ എല്ലാം കൊള്ളും എന്നുള്ളതാണ്. നമ്മുടെ ഓഫീസ് വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലാപ്ടോപ്പ് ബാഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഈസി ആയിട്ട് കൊള്ളും. അപ്പോൾ അതൊരു മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
കഴിഞ്ഞു. ഇനി ഈ വണ്ടിയുടെ പോസിറ്റീവ്സ് അല്ല എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ്സ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ്സ് കൂടി നിങ്ങൾ കേട്ടോളൂ. നെഗറ്റീവ്സും കേട്ടിട്ട് വേണം ഈ വണ്ടി വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കംപ്ലയിൻറ്റ് ഈ വണ്ടിയിൽ നമുക്ക് നോട്ടീസ് ചെയ്തത്, അതായത് നമ്മൾ യാത്രയിലായിരുന്ന സമയത്ത് ഈ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു ചാർജിങ് സോക്കറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. ആ ചാർജിങ് സോക്കറ്റിൽ മൊബൈൽ ചാർജിങ്ങിൽ ഇട്ടിട്ട് യാത്ര ചെയ്തിട്ട് മൊബൈൽ ചാർജ് ആയെന്ന് കണ്ടപ്പോൾ ആ സോക്കറ്റിൽ നിന്ന് നമ്മൾ വയറ് തിരികെ വലിച്ചതാണ്. ആ തിരികെ വലിച്ചതോടുകൂടി ആ സോക്കറ്റ് മൊത്തം കണ്ട് ഇളകിയിട്ട് പുറത്തോട്ട് വന്നു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. വേഗം കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അന്ന് മലയാളം സപ്പോർട്ട് ഉണ്ടായിരുന്നു. മലയാളം സപ്പോർട്ടിലാണ് കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചത്. അവർ അവതരിപ്പിച്ചതോടുകൂടി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഓല ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കയറിയിട്ട് ഒരു ടിക്കറ്റ് റേസ് ചെയ്യൂ, നിങ്ങളെ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് ഉടനെ വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. വേഗം ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ഉടനെ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ്, അതും പെരിന്തൽമണ്ണ ഈ നമ്മുടെ ഏരിയയിലുള്ള ആളെന്നെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഗ്യാപ്പ് കൂടിയില്ല, അത്രയും ഫാസ്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്, നോ പ്രോബ്ലം, എവിടെയാണ് ഓഫീസ് എന്നുള്ള ലൊക്കേഷൻ വിട്ടു തരുമെന്ന് പറയുന്നു. 15 കിലോമീറ്റർ ഉണ്ട് അവരും നമ്മൾ തമ്മിൽ. അവരെത്തിക്കോളാമെന്ന് പറയുന്നു, അവരെത്തുന്നു. ആ സ്പോട്ടിൽ നിന്നിട്ട് അവരെ ശരിയാക്കിയിട്ട് ഞാൻ ഓഫീസിനകത്ത് ഇറങ്ങി ചെന്ന് നോക്കിയിട്ട് കൂടിയില്ല, അത്രയും ഫാസ്റ്റായിട്ട് അവർ ചെയ്തിട്ട് സാർ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് അന്ന് നമുക്ക് ഓല കെയർ പ്ലസ് എന്ന് പറയുന്ന ഇവരുടെ പ്രീമിയം കസ്റ്റമേഴ്സിനുള്ള സർവീസിനുള്ള ഒരു പാക്കേജാണ് ഓല കെയർ പ്ലസ്. അതുകൂടി ഇല്ലാത്ത സമയമാണെന്നുള്ളത് ആലോചിക്കണം. അത്രയും ഫാസ്റ്റായിട്ട് അവർ ചെയ്ത് നമ്മളെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്തിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. അടുത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ബോഡി പാർട്സിലാണ്. അതായത് ഞാൻ ടൗണിൽ ഒരു ഷോപ്പിൽ കയറുന്ന സമയം വരെ ആ പ്രോബ്ലം അല്ല. തിരിച്ച് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ടച്ച് സ്ക്രീനിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ടച്ച് സ്ക്രീനിൻ്റെ സൈഡിൽ കോർണറിൽ ഒരു ഫൈബർ പാർട്ട് വരുന്നുണ്ട്. അവിടെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെ അകന്ന് നിൽക്കുന്നതും കണ്ടു, പൊട്ടിയത് തന്നെയാണ്. വേഗം കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ടിക്കറ്റ് റേസ് ചെയ്യാൻ പറഞ്ഞു, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ആ ഫോട്ടോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഷോറൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഷോറൂമിൽ ചെന്ന് കാര്യം അവതരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യൂ, അല്ല ഇതിനൊരു ഓപ്ഷൻ ഇല്ല, അത് നിങ്ങളെ കയ്യിൽ നിന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കാനാണ്, കാരണം ഈ വണ്ടി എങ്ങനെ വീണ് കഴിഞ്ഞാലും ഈ പാർട്ടിൽ ചെന്ന് അടിക്കില്ല, ഹാൻഡിലാണ് ആദ്യം ചെന്നിട്ട് അടിക്കുക. നമ്മൾ കൈ പിടിക്കുന്ന ഹാൻഡിലാണ് അവിടെ ചെന്ന് അടിക്കുക റോഡ് സൈഡിൽ. ഈ പാർട്ട് ഒരിക്കലും ഈ റോഡ് സൈഡിലോട്ട് അടിക്കാനുള്ളൊരു സിസ്റ്റം വരുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്തെങ്കിലും കൂടി ചാടണതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഈ ടച്ച് സ്ക്രീനും പൊട്ടുമല്ലോ. ഈ കോർണർ സൈഡിൽ പൊട്ടാനുള്ള കാരണം എനിക്ക് അതായിട്ട് തോന്നുന്നില്ല, ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ കുറേ വാദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല പറഞ്ഞു. ഞാൻ വേഗം ട്വിറ്ററിൽ കയറിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ കയറിയിട്ട് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഇവരുടെ പെരിന്തൽമണ്ണയുള്ള ഷോറൂമിൽ നിന്ന് എനിക്ക് കോൾ വരുന്നുണ്ട്, സാറേ നിങ്ങൾ ആ ബോഡി പാർട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് മാറ്റിത്തരാൻ, എത്രയും പെട്ടെന്ന് നിങ്ങളെ വണ്ടി കൊണ്ടുവരൂ, ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറയുന്നു. അടുത്ത ദിവസം ഞാൻ കൊണ്ടേ കൊടുത്ത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആ ബോഡി പാർട്ട് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അന്ന് എനിക്ക് ഓല കെയർ പ്ലസ് എന്ന് പറയുന്ന ഈ പാക്കേജ് ഇല്ലാത്ത സമയമാണ്. ഈ സമയത്താണ് വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് പൊട്ടിയിട്ട് പലവരും ആക്സിഡൻ്റ് ആവുന്നു. നമ്മുടെ കേരള ഗ്രൂപ്പ് ഉണ്ട് ഓലയുടെ, അതിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് അത്രയും ചീപ്പ് ക്വാളിറ്റിയാണ്, ഒരുപാട് പേർക്ക് ഇത് പൊട്ടുന്നുണ്ട്. നോർത്ത് സൈഡിലാകട്ടെ ഒരു ഡോക്ടർ വണ്ടി കത്തിച്ചിട്ടുണ്ട്, വണ്ടി നിന്ന് പോയിട്ട്. അങ്ങനെ വൻ വിവാദമായി നിൽക്കുന്ന സമയത്ത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സപ്പോർട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഞങ്ങൾ മാറ്റി തരുന്നു, കുറച്ചുകൂടി സ്ട്രെങ്തൻ ആയിട്ടുള്ള ഫ്രണ്ട് ഫോർക്ക് മാറ്റി തരുന്നു പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് സ്ലോട്ട്സ് ബുക്ക് ചെയ്യാനും പറയുന്നുണ്ട്. ഞാൻ വേഗം കയറി സ്ലോട്ട്സ് ബുക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ പെരിന്തൽമണ്ണ നമ്മുടെ ഷോറൂമിൽ ഈ സ്ലോട്ട് 2 മാസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് സ്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 മാസം വരെ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം പേടിയാണ്, വണ്ടിയിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട് ഫോർക്ക് പൊട്ടി വീണാലോ എന്നുള്ള പേടി. ഒന്നും ആലോചിച്ചില്ല, അടുത്ത് വേറെ എവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കി തൃശ്ശൂർ പേരമംഗലം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് സ്ലോട്ട് കിട്ടി. ഒരാഴ്ചയുടെ ഉള്ളിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി ആ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നീട് അവിടെ അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഗ്ലിച്ചുകൾ ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ സൈഡിൽ. ചില സമയത്ത് വണ്ടി ലോക്കായി കഴിഞ്ഞാൽ വണ്ടി തുറയുന്നില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ. ഞാൻ കസ്റ്റമർ കെയറിൽ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങൾ ആ ബട്ടൺസ് നോക്കിയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്യൂ ക്ലിയർ ആവുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ ടൈം കളയണ്ടേ, നമ്മൾ എങ്ങോട്ടെങ്കിലും അർജൻറ്റായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണം. ഇത് നമ്മുടെ കമ്പനി സൈഡിലോട്ട് പറയുന്ന സമയത്ത് എന്താ പറയുക, MOOIS 3 വരാൻ പോകുന്നുണ്ട്. MOOIS 3 വന്നാൽ നിങ്ങളുടെ എല്ലാ ഗ്ലിച്ചസും ഇഷ്യൂസും തീരും, ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ കയറി കിട്ടും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആത്മവിശ്വാസം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത OS-ഓട് കൂടെ നമ്മളെ എല്ലാ പ്രോബ്ലംസും തീരും എന്നുള്ളതാണ്. 10 to 15,000 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഇതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ സൈഡിൽ നിന്നും ഒരു സൗണ്ട് ഇങ്ങനെ ഫീൽ ചെയ്തത്. നമ്മൾ വേഗം കമ്പനിയിൽ ചെന്നു. ഷോറൂമിൽ ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പഴയ സിസ്റ്റം ഒന്നും അല്ല, അപ്പോൾ ടിക്കറ്റ് റേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെക്ക് ചെയ്ത് റിസോൾവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കൊടുത്തു വണ്ടി. അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു പോയതാണ്, അപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ എന്തില്ല, ബ്രേക്ക് പാഡ് ഇല്ല. ഫസ്റ്റത്തെ പ്രോബ്ലംസ് തുടങ്ങുന്നത് എനിക്ക് അവിടുന്ന്. വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഇല്ലാത്ത ഷോറൂം, വണ്ടിയുടെ ബ്രേക്ക് പാഡ് എനിക്ക് മാറ്റിത്തരാൻ അവരുടെ ഭാഗത്ത്
അല്ലാത്ത ഒരു ഓപ്ഷനും ഇല്ല. അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ വണ്ടി വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്ക് പാഡ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, എന്നിട്ട് എപ്പോൾ ഇവിടെ ബ്രേക്ക് പാഡ് വരുന്നു ആ സമയത്ത് ഞങ്ങൾ ബ്രേക്ക് പാഡ് മാറ്റിത്തരാമെന്ന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓല കെയർ പ്ലസിനെ കുറിച്ചിട്ട് അറിയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരു റെപ്രസെൻറ്റേറ്റീവ് പുതിയ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പാഡ്സ് 2 തവണ കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെ മാറ്റി കിട്ടും, പിന്നെ മറ്റുള്ള ഈ ലേബർ കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കേട്ടപ്പോൾ തോന്നി ഇനി ഇത് ഇല്ലാത്തത് കൊണ്ടാണോ എന്നെ ഇവരിങ്ങനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓല കെയർ പ്ലസ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ആ സ്പോട്ട് എടുത്തിട്ട് ഓല കെയർ പ്ലസ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് കസ്റ്റമറിൽ ഇവരുടെ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പോഴും പറയുന്നത് പെരിന്തൽമണ്ണ ഷോറൂമിൽ ഈ സംഭവം ഇല്ല എന്നാണ്, ബ്രേക്ക് പാഡ് ഇല്ല. വേഗം ഞാൻ പേരമംഗലം ഷോറൂമിലത്തെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മുന്നേ ഫ്രണ്ട് വർക്ക് മാറ്റിയത്. അപ്പോൾ അവിടേക്ക് ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് പറയുകയാണ് ഇവിടെ ബ്രേക്ക് പാഡ് ഉണ്ട് വന്നോളൂ എന്ന് പറയുകയാണ്. 40 കിലോമീറ്റേഴ്സാണ് എനിക്ക് പോകാനുള്ളത്, ഒന്നും നോക്കിയില്ല. എൻ്റെ കയ്യിൽ പോലെ കെയർ പ്ലസ് ഉണ്ട്, എനിക്ക് 2 തവണ എന്തായാലും അവർ ഫ്രീ ആയിട്ട് മാറ്റി തരേണ്ടതാണല്ലോ. പുറത്തുനിന്ന് നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാനത് ചൂസ് ചെയ്തില്ല. കാരണം കമ്പനിയുടെ വാറണ്ടിയും കാര്യങ്ങളോ കട്ടായി പോകും എന്നുള്ള പേടി. നേരെ 40 കിലോമീറ്റേഴ്സ് ഓടി റിസ്ക് എടുത്താലും ശരി. അവിടുത്തെ ടെക്നീഷ്യൻസ് വണ്ടി നോക്കിയിട്ട് പറയുകയാണ് വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള ബ്രേക്ക് പാഡാണ് തീർന്നിട്ടുള്ളത്, അത് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റിത്തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം എനിക്ക് 15,000 കിലോമീറ്റേഴ്സ് വണ്ടി അച്ചീവ് ചെയ്തിട്ടുണ്ട്, 2 ബ്രേക്ക് പാഡ് മാറ്റി കിട്ടണം. ഞാൻ ഓല കെയർ പ്ലസ്സിലുള്ള കസ്റ്റമറാണ്, ഓല കെയർ പ്ലസ്സിൽ 2 തവണ ബ്രേക്ക് പാഡ് മാറി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 1 ഇയർ പാക്കേജിൽ 2 തവണ ബ്രേക്ക് പാഡ് മാറി കിട്ടുന്നുള്ളതൊക്കെ പറയുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ കുറേ അങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കമ്പനിയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് തീർന്നു പോയതേ ഞങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിവേ എൻ്റെ ഫ്രണ്ടിലുള്ള ബ്രേക്ക് പാഡ് മാറി കിട്ടിയിട്ടില്ല, ബാക്ക് സൈഡിലുള്ള ബ്രേക്ക് പാഡ് മാറി കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ 18,000 കിലോമീറ്റേഴ്സ് ആയി, ഇപ്പോഴും ഫ്രണ്ടിലുള്ള ബ്രേക്ക് പാഡിന് ഇഷ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 16,000 to 17,000 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് MoveOS 4 എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ വേർഷൻ എനിക്ക് വരുന്നത്. ഞാൻ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആദ്യം സന്തോഷം വന്നു, സ്വാഭാവികം, നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുകയല്ലേ എന്നുള്ളൊരു സന്തോഷം വന്നു. പക്ഷേ ഒരു കാര്യമല്ല, ഇത്രയും ഫീച്ചേഴ്സ് വന്നതോടുകൂടി ഗ്ലിച്ച് കൂടി. ഇതൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ആ സിസ്റ്റത്തിന് ഇല്ല. ഒരു PSC എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മലപ്പുറം സൈഡിലോട്ട് പോയപ്പോഴാണ് കനത്ത മഴയായിരുന്നു. ആ കനത്ത മഴയിൽ ഞാൻ ഇതിൽ നമ്മുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ടിരുന്നത്. അന്നാണ് ആദ്യത്തെ ഗ്ലിച്ച് തുടങ്ങുന്നത്. ഇതിൻ്റെ ബാക്ക് ബൂട്ട് തുറയുന്നില്ല. ഈ ബാക്ക് ബൂട്ട് തുറയാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ. കനത്ത മഴയത്ത് നിന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ശരി അതിൻ്റെ സൈഡിലൂടെ കൈയിട്ട് ഹാൾ ടിക്കറ്റും പെന്നൊക്കെ എടുത്തിട്ട് ആ എക്സാം ഹാളിൽ കയറിയത് ഇപ്പോഴും മറക്കില്ല. വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു അന്നത്തെ യൂസേജ്. എന്തായാലും ആ വണ്ടിയിൽ തിരിച്ചു വന്ന് കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ ഞാൻ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു നമ്മളോട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ആവുന്നുള്ളൂ എന്നാണ്. ഞാൻ വേഗം റീസ്റ്റാർട്ട് ചെയ്തു, എല്ലാ ഇഷ്യൂസും സോൾവ് ആയി. അന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ ഇവർ തന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ MoveOS 3ൽ. അതായത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഓട്ടോ കട്ട് ഓഫ് ആവുന്നു, ഹിൽ ഹോൾഡ്, അതേപോലെ ടാമ്പർ അലേർട്ട്, ഇതൊക്കെ ഓൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷനിലാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടാം. അപ്പോൾ നമ്മളിതൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു റീസ്റ്റാർട്ട് കഴിയുമ്പോഴേക്കും ഗ്ലിച്ച് വന്നിട്ട് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ എന്താവും, ഓഫ് മോഡിലോട്ട് വരും, ഡിഫോൾട്ട് മോഡിലോട്ട് പോവുകയാണ്. നമ്മൾ പഴയ കാലത്ത് സിസ്റ്റത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓണാക്കി വെച്ചതൊക്കെ ഓഫ് ആവുന്ന സിസ്റ്റം. ഇതിൽ ആ സെയിം പ്രോബ്ലം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്ത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഹിൽ ഹോൾഡ് ഉണ്ടെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിൽ ഹോൾഡൊക്കെ ഓഫായി പോയിട്ടുണ്ടാവും. നമുക്കിവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 1 വീക്കിൻ്റെ ഉള്ളിൽ ഗ്ലിച്ച് വരും. ഈ ഗ്ലിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ സ്പോട്ടിൽ തന്നെ ഓരോ സെക്ഷനിലും കയറിയിട്ട് ഇത് ഓട്ടോ ഓഫായി പോയിട്ടുണ്ടാവും. നമ്മൾ ഓണാക്കി വെച്ചത് ഫീച്ചേഴ്സ് അതൊക്കെ അവിടെ കയറിയിട്ട് ഓണാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫീച്ചേഴ്സ് അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴായിരിക്കും അറിയാം, അയ്യോ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇനി ഹിൽ ഹോൾഡ് കിട്ടൂലല്ലോ, അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക. പിന്നെ റോഡിൻ്റെ നടുവിൽ നിന്നിട്ട് നമുക്കിത് ഓണാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും നമ്മളിത് മറന്നു പോകും. നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോഴായിരിക്കും ഞാൻ ഹിൽ ഹോൾഡ് ഓണാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് യൂസ്ഡ് ആവും, ഇനി അതൊന്നും ഓണാക്കണ്ട, ഇത് ആവശ്യമില്ല എന്നുള്ള തരത്തിൽ നമ്മൾ ആ ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്ത് പോകുന്നില്ല. അതുപോലെ OSൽ വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് MoveOS 3ൽ ബീറ്റ വേർഷനാക്കി വന്നിരുന്നു ഇതിൻ്റെ പ്രോക്സിമിറ്റി അൺലോക്ക്. അതായത് നമ്മൾ എടുത്ത് തന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് MoveOS 4ൽ അത് എത്തിയപ്പോഴും അത് ബീറ്റയിൽ തന്നെ കിടക്കുന്നത്. അത് ഇപ്പോഴും അവർ ക്ലിയർ ആക്കിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ വണ്ടിയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ ഓണൊന്നും ആവുന്നില്ല. നമ്മൾ പാസ്വേഡ് നെക്കിയിട്ട് തന്നെ ഓണാക്കണം. കീലെസ് എൻട്രി ആണ്, നമ്മൾ പാസ്വേഡ് തന്നെ ഓണാക്കണം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ മൊബൈലിൽ അതൊന്നും പോസിബിൾ അല്ല. ആ സമയത്ത് നമുക്കൊരു അർജൻറ്റ് പിടിച്ച് പോകുന്ന സമയത്ത് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഓണാക്കി ആ ആപ്ലിക്കേഷൻ ലോഡ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. നമുക്കത് അൺലോക്ക് ചെയ്യാനൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കീയിൻ്റെ പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ആ ലോക്ക് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വേഗം അൺലോക്ക് ആക്കും. അല്ലാതെ അവർ പറയുന്ന ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇവരുടെ പരസ്യത്തിൽ എന്ന് പറയുന്നുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് ഉണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി കയറി പോയിട്ട് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഹിൽ ഹോൾഡ് അല്ല. നമ്മൾ കയറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ 2 ബ്രേക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഹിൽ ഹോൾഡ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആവുള്ളൂ. അതും നമുക്ക് കിട്ടുന്നത് 1 മിനിറ്റ് തികച്ചില്ല. അതൊരു മിനിറ്റിൻ്റെ മുകളിൽ നമുക്ക് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ
ആ ഒരു ഫീച്ചർ അവിടെ ഇല്ല. അത് ഓട്ടോ കട്ട് ഓഫ് ആയി പോകും, നമ്മൾ വണ്ടി റിവേഴ്സ് ഇറങ്ങിപ്പോവും. അപ്പോൾ ആ ഫീച്ചർ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ ഹിൽ ഹോൾഡ് ഇല്ല. ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ സിസ്റ്റേ അല്ല. നമ്മൾ 2 ബ്രേക്കും പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഹിൽ ഹോൾഡ് കിട്ടുന്നില്ല. നമ്മൾ അപ്പോഴാണ് ആലോചിക്കുക, അയ്യോ ഹിൽ ഹോൾഡ് ഞാൻ ഓൺ ആക്കിയിട്ടില്ലല്ലോ. റോഡ് സൈഡിൽ നിന്നിട്ട് ആ സമയത്ത് നമുക്ക് ഹിൽ ഹോൾഡ് ഓൺ ആക്കാൻ കഴിയുമോ? അതൊന്നും പോസിബിൾ അല്ല. ഇനി ഇതിൻ്റെ അക്യുറസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ ചെറിയ സ്ലോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് 2 ബ്രേക്കും പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല. നല്ല കുത്തനുള്ള കയറ്റത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഓൺ ആവും. ചില സമയത്ത് ഓൺ ആവും, ചില സമയത്ത് ഓൺ ആവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമാണ്. നമുക്കത് യൂസ്ഫുൾ അല്ല. MUOS 4 അപ്ഡേറ്റിന് ശേഷം ഒരു 17,000 കിലോമീറ്റേഴ്സിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു പുതിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയത്. നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് നമ്മളെ പെട്രോൾ വണ്ടിയിലൊക്കെ ഉള്ളൊരു പ്രോബ്ലം, അതായത് നമുക്ക് മിസ്സിങ് വരാമെന്നൊക്കെ പറയുമല്ലോ. ആക്സലറേഷൻ കൊടുത്തിട്ട് ഒരു 40-50 നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കട്ട് ഓഫ് എന്ന പോലെ ഇങ്ങനെ തോന്നും. നമുക്ക് ബാക്കിലോട്ട് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു ഫീലിംഗ്, നമ്മളെ പുള്ളിങ് ഇല്ലാത്ത പോലത്തെ ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. കമ്പനി കൊണ്ടുപോയി കാണിക്കണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി ഞാൻ ആ തീമും കാര്യങ്ങളൊക്കെ പഴയ തീമിലോട്ട് ഇട്ടപ്പോൾ എൻ്റെ ആ ഇഷ്യൂ പോയി, സോൾവ് ആയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിങ്ങനെ തോന്നി, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, സംഭവം ക്ലിയർ ആയി. അതൊന്നും ഇത്രയും വലിയൊരു മേജർ ഇഷ്യൂയിലോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അടുത്തായിട്ട് ഒരു ദിവസം ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 82 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ബാറ്ററി ഉണ്ട്, റേഞ്ച് ഉണ്ട്, കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കയറ്റം കയറിയിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് സ്ക്രീന് പെട്ടെന്ന് അങ്ങോട്ട് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുന്നു. റീസ്റ്റാർട്ട് ആയിട്ട് എൻ്റെ ഇതിൽ കാണിക്കുകയാണ് യുവർ ബാറ്ററി ഈസ് 0 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ റേഞ്ച് ഇല്ല, 0 ആണ്. എക്കോ മോഡിലോട്ട് പോവാണ്, വണ്ടി പാർക്കിംഗ് മോഡിലോട്ട് പോകാണെന്ന് പറഞ്ഞിട്ട് ഓഫ് ആവണ പോലെയൊക്കെ അതിൽ കാണിച്ചു. ബാറ്ററിയുടെ ഭാഗം ശരിക്കും കണ്ടു, അവിടെ 0 കിലോമീറ്റേഴ്സ് തന്നെ എഴുതിയിരുന്നത്, ബാറ്ററി ലോ എന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അതേപോലെ തന്നെ വണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നു. അതേ പൊസിഷനിൽ ഞാൻ വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേ രസം. വണ്ടി മൂവിങ്ങിലാണ്. റീസ്റ്റാർട്ട് ആവുന്നു, റീസ്റ്റാർട്ട് ആയിട്ട് വീണ്ടും 82 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ നമുക്ക് അതേ പഴയ റേഞ്ച് കാണിക്കുന്നു. പിന്നെ ഇഷ്യൂ ഇല്ല, പിന്നെ വണ്ടി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് വീണ്ടും എനിക്ക് അതേപോലെ മലപ്പുറം സൈഡിൽ നിന്ന് നമ്മുടെ പെരിന്തൽമണ്ണ സൈഡിലോട്ട് ഒരു ദിവസം വേറെ ദിവസം വരുമ്പോഴും ഇതേ ഇഷ്യൂ എനിക്ക് അതിൽ കാണിച്ചിരുന്നു. ഞാൻ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ആവുന്നുള്ള നിഗമനത്തിൽ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഇഷ്യൂ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ വണ്ടി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ഇഷ്യൂ നമുക്ക് കാണുന്നത്. നിർത്തിയിട്ട ഭാഗത്ത് നിന്ന് നമ്മൾ രാത്രി നിർത്തിയിട്ടു, കുറേ നേരം നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ രാവിലെ വന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബാക്കിലൊരു പിടുത്തം പോലെ നമ്മൾ നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞ ശബ്ദം വരും, വണ്ടി മുന്നോട്ട് നീങ്ങും. പിന്നെ ആ ഇഷ്യൂ ഇല്ല. അത് 2-3 വട്ടം എനിക്ക് അതേ ഇഷ്യൂ കാണിച്ചു. അപ്പോൾ അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ദിവസം ഫുള്ള് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ കുറേ നേരം നിർത്തിയിടുമ്പോൾ എന്തെങ്കിലും വരുന്ന പ്രോബ്ലംസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു, മൊബിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ. അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെല്ലെ വണ്ടി കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഏണിങ്സ് കിട്ടും. ആ ഏണിങ്സ് നമുക്ക് മാറ്റിയിട്ട് ഡോളേഴ്സ് ആക്കിയിട്ട് നമുക്ക് ബാങ്കിലോട്ട് പൈസ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ആ ഐ ബട്ടണിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു 20-25 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ എക്കോ മോഡിൽ ഇട്ടിട്ട് രാത്രി പോരുന്ന സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോരുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ശബ്ദം, ഇങ്ങനെ ഒരയുന്നൊരു ശബ്ദം എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു റീജൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിലുണ്ടല്ലോ, ഹൈ റീജനിലെ വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ റീജന് പൊതുവേ ഒരു ഒരയുന്ന ശബ്ദം ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ റീജൻ്റെ വോയിസ് ആയിരിക്കും എന്നുള്ളതിൽ ഞാനത് നെഗ്ലക്റ്റ് ചെയ്ത് വിട്ടു. അതിൻ്റെ ശേഷമാണ് എനിക്ക് നിലമ്പൂർ ഭാഗത്ത് എലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് ഇപ്പോൾ അടുത്ത് എലക്ഷൻ ഡ്യൂട്ടി എനിക്ക് ആ ഭാഗത്താണ് കിട്ടിയത്. അപ്പോൾ നിലമ്പൂർ സൈഡിലോട്ട് രാവിലെ നേരത്തെ ഒരു 6-7 മണി ആ ടൈമിൽ ഞാൻ വണ്ടി എടുത്ത് പോവുകയാണ്. ഞാൻ സിംഗിൾ റൈഡ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നിലമ്പൂർ ടൗണിലെത്തിയ സമയത്ത് നമ്മൾ ചാർജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ മോഡിൽ ഉണ്ടായിരുന്ന വണ്ടി എക്കോ മോഡിലിട്ടു. ടൗണിൽ എക്കോ മോഡിൽ ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നല്ല ഉരയുന്ന ശബ്ദം ഇങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്തു. വണ്ടി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആ പേടിച്ചിട്ട് വേഗം നോർമൽ മോഡിൽ തന്നെ ഇട്ടു. നോർമൽ മോഡിൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ സൗണ്ട് കൂടുതലാവാൻ തുടങ്ങി. തുടങ്ങിയ സമയത്ത് ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നി. ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി മുന്നോട്ട് എടുത്തോടി ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടി. അത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ബാക്ക് സൈഡിൽ നിന്നൊരു അടി ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ ബാക്കിൽ നിന്നുള്ള അടി ഭയങ്കര ശബ്ദത്തിൽ വന്നു. വണ്ടി 2 വട്ടം മുന്നോട്ട് അങ്ങോട്ട് ചാടിയതിന് ശേഷം അതിൽ സ്ക്രീനിൽ എഴുതി കാണിച്ചു സ്കൂട്ടർ ഇഷ്യൂ എന്ന് എഴുതി കാണിച്ചു. വണ്ടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഞാൻ റീസ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു. വണ്ടി റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് മുന്നോട്ട് പോകാൻ നോക്കി. അപ്പോഴും ആ അടി ഭയങ്കര ശബ്ദമാണ്, ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് അടിയും വൈബ്രേഷനൊക്കെ കൂടിയിട്ട് എന്തൊക്കെയോ ആയി പോകുന്ന പോലെ തോന്നുകയാണ്. വേഗം വീണ്ടും സ്കൂട്ടർ ഇഷ്യൂ എന്ന് കാണിച്ചു, റീസ്റ്റാർട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ കാമായി നിന്നതിന് ശേഷം അതിൽ ബ്രേക്കൊക്കെ പിടിച്ച് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ബാക്കിലോട്ടൊന്നിങ്ങനെ വണ്ടി ഇങ്ങനെ റിവേഴ്സ് മോഡിൽ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ തുഴഞ്ഞ് ബാക്കിലോട്ടാക്കി. ടയർ എവിടെയും ലോക്കായി കാണുന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുമല്ല,
വീണ്ടും ഞാൻ മുമ്പിലോട്ട് ഒന്ന് ഉന്തി ഓണാക്കിയതിന് ശേഷം ഞാൻ വണ്ടി മുന്നോട്ട് പാസ് ചെയ്തപ്പോൾ 2 വട്ടം ചാടി, പക്ഷേ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. വണ്ടി മുന്നോട്ട് പോകുന്നത് സമാധാനം. ഞാൻ വേഗം വണ്ടി മുന്നോട്ട് പോയി. ഒരു 2 കിലോമീറ്റർ മുന്നേ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ ഷോറൂം ഉണ്ട് ഒലയുടെ. ആ ഷോറൂം വരെ ഞാൻ എത്തിച്ചു. വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ശബ്ദം വരുന്നുണ്ട്, കുറയുന്ന ശബ്ദം വരുന്നുണ്ട്. എങ്ങനെയൊക്കെ ഷോറൂമിൽ എത്തിച്ച് ഏജൻറ്റിനെ കണ്ടു. ഏജൻറ്റിനെ കണ്ടപ്പോൾ അവർ സംസാരിച്ചു. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മേജർ ഇഷ്യൂ ആണ്, MC യൂണിറ്റിന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 9:30 ടൈം ആയിട്ടുണ്ട്, എനിക്ക് 9 മണിക്ക് അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് ടൈം കളയല്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ. ഞാൻ വണ്ടി അവിടെ കൊടുത്ത് അവിടുന്ന് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, അവരുടെ നമ്പറും വാങ്ങിയിട്ട് ഞാൻ പോന്നു. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ നല്ലൊരു കുട്ടിയാണ്, എടുത്തു പറയേണ്ടതാണ്. നിലമ്പൂർ ഷോറൂമിലുള്ള ആ കുട്ടി ഷാജഹാൻ എന്നാണ് അവരുടെ പേര്. നല്ല കെയറിങ് ആണ്. ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, അപ്പോൾ എനിക്ക് നാളെ ഡ്യൂട്ടി ഇവിടെ തീരും. അപ്പോൾ നാളെ എൻ്റെ ഡ്യൂട്ടി ഇവിടെ തീരുന്നതിൻ്റെ ഉള്ളിൽ വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായി, നിനക്ക് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, MC യൂണിറ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ സാറേ ഞാൻ കാര്യമായിട്ട് പറയാം, അത് പെട്ടെന്ന് നേരാവില്ല, കാരണം MC യൂണിറ്റ് ഞങ്ങളുടെ ഷോറൂമിലൊക്കെ ഷോർട്ടാണെന്ന് പറയുകയാണ്. ഇപ്പം പറഞ്ഞു, എനിക്ക് പെരിന്തൽമണ്ണ ഭാഗത്തോട്ട് ഈ വണ്ടി എത്തിച്ചു തരാൻ വല്ല ഓപ്ഷനും ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഒല കെയർ പ്ലസ് എടുത്ത കസ്റ്റമറാണ്, നിങ്ങൾക്ക് RSA എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾ അതെടുക്കാം. RSA എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി പെരിന്തൽമണ്ണ നിങ്ങളുടെ ഒല ഷോറൂമിലോട്ട് എത്തിച്ചു തരാമെന്ന് പറയുന്നു. അവിടുന്ന് പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. എന്നോട് ആ സപ്പോർട്ടിൽ അസിസ്റ്റൻസിൽ കയറിയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ മേജർ ഇഷ്യൂ ആണ്, എൻ്റെ റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടണം എന്നുള്ളത് എനിക്കൊന്ന് അവിടെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ കയറിയിട്ട് കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തു. സംഭവം സ്പോട്ടിൽ എൻ്റെ വണ്ടി വന്നിട്ട് നിലമ്പൂർ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നു, എനിക്ക് പെരിന്തൽമണ്ണ ഷോറൂമിൽ വണ്ടി എത്തിച്ചു തന്നു. അത്രയും എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഈ കുട്ടിയാണ്. ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ പോയിട്ടില്ല. അവർ പെരിന്തൽമണ്ണ ഷോറൂമിലുള്ള റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. സമയം നിങ്ങൾ ആലോചിക്കണം, ഒരു 5 മണി ആ ടൈമാണ്. എന്നിട്ടും അവർ നമുക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇങ്ങനെ സെയിൽസിലൊക്കെ അല്ലെങ്കിൽ സർവീസിലൊക്കെ വേണ്ടത്. എനിവേ ബിഗ് താങ്ക്സ് ടു നിലമ്പൂർ ഷോറൂമിലുള്ള ഷാജഹാൻ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ഷോറൂമിൽ ഞാൻ പോയിട്ടില്ല, ഇതുവരെയും ഞാൻ പോയിട്ടില്ല. ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറയുന്നത് 2 to 3 വീക്സ് എങ്കിലും എടുക്കും സാർ, MC യൂണിറ്റിനാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. MC യൂണിറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് വന്നിട്ട് വേണം ഞങ്ങൾക്കത് മാറ്റി കിട്ടാൻ, അപ്പോൾ ടൈം എടുക്കും, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓലയുടെ കേരള ഗ്രൂപ്പിൽ കയറി നോക്കി, എല്ലാ ഗ്രൂപ്പുകളിലും എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേ ഇഷ്യൂ തന്നെയാണ്. MC യൂണിറ്റ്, മോട്ടോർ കൺട്രോളിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് പോയിട്ടുണ്ടെന്നാണ്. ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഈ മോട്ടോർ കൺട്രോളിങ് യൂണിറ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ലോങ് ഒക്കെ പോയി കഴിഞ്ഞാൽ, കൈ വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ചൂടാവുന്നുണ്ട്. എനിക്ക് ലോങ് പോയാലൊന്നുമല്ല, ഒരു നോർമൽ പോക്കിൽ തന്നെ നമ്മൾ അവിടെ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ആവുന്നുണ്ട്. അത് ഹീറ്റായിട്ടാണോ പോകുന്നത്? പല ആർട്ടിക്കിളിലും ഞാൻ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെ ഈ പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ അല്ല. അതുപോലെ തന്നെ റാം കപ്പാസിറ്റി അത്യാവശ്യം നല്ലൊരു റാം കപ്പാസിറ്റി കമ്പനി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിലുള്ള ഈ അപ്ഗ്രേഡ് ഒന്നും താങ്ങാൻ, ഈ ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ചത് കൊണ്ട് അതൊന്നും താങ്ങാൻ VCU ഹെഡിന് കഴിയുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ MC യൂണിറ്റിലോട്ട് ഇതിൻ്റെ ഓവർലോഡും കാര്യങ്ങളും വരികയാണ്. അപ്പോൾ അത് കാരണം ഇത് ഹീറ്റ് ആവുന്നു, ഇതിന് കൺട്രോളിങ് കറക്റ്റ് ആവുന്നില്ല. അത് കാരണം കൊണ്ടാണ് MC യൂണിറ്റ് പോയിട്ടുള്ളതെന്ന് പറയുന്നു. ഈ ഒല കേരള ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേർക്ക് MC യൂണിറ്റ് പോയവരുണ്ട്. അതും 5ഉം 6ഉം തവണ MC യൂണിറ്റ് മാറിയവരുണ്ട്. ഇനി MC യൂണിറ്റ് പോയവർ വണ്ടി കൊണ്ടുപോയിട്ട് 1ഉം 2ഉം മാസമായിട്ടും ഷോറൂമിലിട്ടിട്ടും മാറിക്കിട്ടാത്തവരുടെ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ പഴയ പരിപാടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്വിറ്ററിൻ്റെ പേജിൽ കയറിയിട്ട് നന്നായിട്ടൊരു ഇംഗ്ലീഷിൽ അത്യാവശ്യം ഒരു പേജിൽ കവിയാതെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ പുതിയ ആഡ്സ് വരുന്നുണ്ട്. ദ ഫാസ്റ്റസ്റ്റ് സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ നന്നായിട്ടുണ്ട്, പലവർക്കും ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് നമ്മളൊക്കെ നോർമൽ യൂസേഴ്സാണ്, ഒരു 50 കിലോമീറ്റേഴ്സിലൊക്കെ പോകുന്നവരാണ്, നമുക്കൊന്നും കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂ അറിയുന്നില്ല. ഒരു 60 എബോ കണ്ടിന്യൂസ് ആയിട്ട് 23-25 കിലോമീറ്റേഴ്സ് പോകുന്നവർക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വന്നിട്ട് വണ്ടി ഓട്ടോ ഓഫ് ആവുന്നുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്, ഒരു ഡ്യൂക്ക് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു കസിൻ ഉണ്ട്. അവർ ഈ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് 23 കിലോമീറ്റേഴ്സ് അപ്പുറമുള്ള മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിട്ട് അവർ ഈ വണ്ടി, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഓവർ ഹീറ്റ് ആയാലോ, ഇതെന്താ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 50 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ പോകുന്ന ആളായതുകൊണ്ട് നമുക്കത് അറിയുന്നില്ല. ഓവർ സ്പീഡിൽ പോകുന്നവർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. അതും Gen 1 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. Gen 1 വരുന്നുണ്ട്. Gen 2 അവരിതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. Gen 2 പലവരും പറയുന്നുണ്ട് കേട്ടോ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ട്വിറ്റർ പേജിൽ ഇത് ഇട്ടത് കൊണ്ടോ എന്താണെന്നറിയില്ല, അവരുടെ ഒരു സപ്പോർട്ട് ഭാഗത്ത് നിന്ന് എനിക്ക് കോൾ വന്നു. ഇംഗ്ലീഷിലായിരുന്നു കോൾ വന്നത്. ഇപ്പോഴത്തെ ഒരു മെയിൻ കാര്യം പറയട്ടെ, ഇവരുടെ കസ്റ്റമർ കെയറിൽ നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വിളിക്കാൻ കഴിയില്ല, കാരണം മലയാളം സപ്പോർട്ട് ഇല്ല. ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കാൻ വയ്ക്കുന്നവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് കോഡ് വന്നു. ഞാൻ ഇഷ്യൂവും കാര്യങ്ങളും അവതരിപ്പിച്ചു. എനിക്കെൻ്റെ വണ്ടി ഈ 3 ആഴ്ചയോളം ഞാൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു.
അല്ലെങ്കിൽ എനിക്ക് നാളെ മുതൽ ഞാൻ എങ്ങനെ എൻ്റെ ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കും ഞാൻ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് മറുപടി ഇല്ല. സാർ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരും, ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം, അതിന് തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് മലയാളം ഭാഗത്ത് നിന്ന്, അതായത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഹെഡാണ് തോന്നുന്നു, എനിക്ക് വിളിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് സാർ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് മനസ്സിലായി, ഒരു വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞങ്ങൾ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഇന്ന് അവരെനിക്ക് വിളിച്ചിരുന്നു. ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് MC യൂണിറ്റ് മാറ്റി കിട്ടും. ഇനി ബാംഗ്ലൂർ സൈഡിൽ നിന്ന് MC യൂണിറ്റ് വന്നാൽ മതി, വന്നാൽ ഉടനെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതാണ്, അന്ന് തന്നെ നിങ്ങളത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട്സ്, നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് എടുത്താൽ മതി വണ്ടികൾ എടുക്കുന്ന സമയത്ത്. ഇലക്ട്രിക് വണ്ടികളിൽ ഒരുപാട് ബ്രാൻഡ്സ് ഇന്ന് വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഏത് വണ്ടിയുടെ ബ്രാൻഡിലാണോ നല്ല സർവീസ് കിട്ടുന്നത്, നമുക്ക് സർവീസാണ് മെയിൻ. അപ്പോൾ സർവീസ് ഏത് ഭാഗത്തു നിന്നാണോ നന്നായിട്ട് കിട്ടുന്നത് ആ വണ്ടി പോയിട്ട് നിങ്ങൾ എടുക്കൂ. ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 70 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഹീറ്റ് ആവും. പിന്നെ എന്ത് ഫാസ്റ്റസ്റ്റ് സ്കൂട്ടറാണ് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇതിൻ്റെ പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പവർ ഇത്രേ ഉള്ളൂ, ഹീറ്റായിട്ട് പിന്നെ എന്ത് പവറാണ്. എന്തായാലും നമ്മൾ പുതിയ വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 4 വീലർ ടാറ്റ പഞ്ച് EV, അതും ഇലക്ട്രിക് തന്നെയാണ്. നമ്മൾ ഇലക്ട്രിക്കിൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. ഈ വണ്ടി ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. ഇനി ടാറ്റ പഞ്ച് EVനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും വരുന്ന കാലങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇലക്ട്രിക് കാറുകളെ കുറിച്ചിട്ടും മൊബൈൽസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകളും പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോസൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend ഫാസി മുഹമ്മദ്.